അപ്പോൾ നമ്മുടെ അതിഥിയും എത്തിയിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയ വിഷയങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലാണ് കാര്യം. സാധാരണ ചർച്ചകൾ നടക്കാറ് ഹാപ്പനിങ് അവേഴ്സിലോ അതല്ലെങ്കിൽ ജനറൽ ഡിബേറ്റിലോ ഒക്കെയാണ്. ജനറൽ ഡിബേറ്റിലെ സ്ഥിരം മുഖം കൂടിയായ ഡോക്ടർ മോഹൻ വർഗീസാണ് ഇന്ന് നമ്മോടൊപ്പം പുത്തൻപുലരിയിൽ ചേരുന്നത്. സ്വാഗതം. നമസ്തേ. ഗുഡ് മോർണിംഗ്. നമസ്തേ. അപ്പോൾ പ്രധാനപ്പെട്ട 2 വാർത്തകൾ. ഇന്നലെ ഡോക്ടർ മോഹൻ വർഗീസ് വേണമെന്ന് നമ്മൾ മീറ്റിംഗിൽ തീരുമാനിക്കുമ്പോൾ വിഷയം ഒന്ന് മാത്രമായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന ഒരു ഫിനിഷ് ഓഫ് അല്ലെങ്കിൽ ക്ലീനപ്പ് ഓപ്പറേഷൻ, ഒരു വിറപ്പിക്കൽ. ഇന്നലെ ജനൻ ടി വി ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളും മറച്ചു വെച്ച വാർത്ത, അല്ലെങ്കിൽ അത് വാർത്തയായി കാണാത്തത്. പക്ഷേ രാത്രി മീറ്റിംഗിന് ശേഷം, രാത്രി വൈകിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ ഒരുപക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള എന്ന് പറയാവുന്ന വ്യക്തമായ സന്ദേശം പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങൾക്കും നൽകിയ ആ പ്രസംഗം. അത് ഒന്ന് കേൾക്കാൻ കഴിയുമോ? ആ പ്രസംഗം, എസ് ജയശങ്കറിന്റെ പ്രസംഗം. കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാകിസ്ഥാനെ ഡിസ്ഫങ്ഷണൽ സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ആ രാജ്യത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഇതല്ലാതെ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ രാജ്യത്ത് നിന്ന് വേറൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തതയോടുകൂടെ തന്നെയാണ് UN ജനറൽ അസംബ്ലിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. PCR നിന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പ്ലേ ചെയ്യും. Many countries get left behind due to circumstances beyond their control. But some make conscious choices with disastrous consequences. A premier example is our neighbor, Pakistan. Unfortunately, their misdeeds affect others as well, especially the neighborhood. When this polity instills such fanaticism among its people, its GDP can only be measured in terms of radicalization and its exports in the form of terrorism. Today, we see the ills it sought to visit on others consume its own society. It can't blame the world. This is only karma. Madam President, a dysfunctional nation coveting the lands of others must be exposed and must be countered. We heard some bizarre assertions from it at this very forum yesterday. So let me make India's position perfectly clear. Pakistan's cross-border terrorism policy will never succeed, and it can have no expectation of impunity. On the contrary, actions will certainly have consequences. The issue to be resolved between us is now only the vacation of illegally occupied Indian territory by Pakistan, and of course the abandonment of Pakistan's long-standing attachment to terrorism. വ്യക്തമാണ് ഡോക്ടർ മോഹൻ വർഗീസ്. അതേക്കുറിച്ച് ഇനി ഞങ്ങൾ പറയുന്നില്ല. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണിത്? ശക്തമായ നയതന്ത്ര ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ നടത്തിയ ഉജ്ജ്വലമായ പ്രഭാഷണം യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഭാരതത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ലോകത്തോടായി നടത്തിയ ഉജ്ജ്വലമായ ആ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ ജയശങ്കർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ആസ്തികളുടെ ഒരു ആകെ തുകയാണ്. പക്ഷെ പാകിസ്ഥാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിർത്തി കടന്നുള്ള ഭീകരതയിലും മറ്റ് വിധ്വംസക കാര്യങ്ങളിലുമാണ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ജയശങ്കറെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ജയശങ്കർ ടോക്ക് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ മാത്രമല്ല, ഭാരതത്തിലെ ജനം ലോകത്തോടായി പറയാൻ എന്താഗ്രഹിക്കുന്നോ അത് പറഞ്ഞിരിക്കുന്നു. ഒരു ലോങ് ഹിസ്റ്ററിയാണ് ഈ അൺട്രാവൽ ചെയ്യുന്നത്. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇന്ത്യയെ കടന്നാക്രമിച്ചുകൊണ്ട് തലേ ദിവസം നടത്തിയ സംഭാഷണത്തിന് ഉരുളക്കുപ്പേരി എന്ന നിലയിൽ തന്നെയാണ് ശ്രീ ജയശങ്കറിൻ്റെ ആ ഒരു സംസാരം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജയശങ്കറിൻ്റെ ഈ ഒരു ഭാഗം ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഗാസയിലെ ഹമാസിനെതിരെയും നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു രാജ്യത്തിൻ്റെ ഇച്ഛാശക്തി ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ്.
കാരണം ഇതാണ് കാര്യങ്ങൾ. ഭാരതം സംയമനം പാലിക്കുന്നു. ഭാരതത്തിൻ്റെ ഭൂമി ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കൈവശമുണ്ട്. പക്ഷേ ഇപ്പോൾ സംയമനം പാലിക്കുന്നു എന്നത് ബലഹീനതയായി കാണരുത് എന്ന സൂചന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നൽകുകയാണ്. അതുകൊണ്ട് എപ്പോഴാണ് ഒരു സ്റ്റേറ്റ് ആക്ട് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യാൻ മടിക്കില്ല എന്നതിൻ്റെ സൂചനയുമാണ്. മാത്രമല്ല, ചൈനയിൽ നിന്നും കടന്നു വരുന്ന അനാരോഗ്യപരമായ ഒരു മത്സരമുണ്ട്. ചൈനീസ് ഈ നമ്മുടെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇതെല്ലാം തന്നെ ഇതിനകത്തൊക്കെ ഒരു സുതാര്യതയും ന്യായവും ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം അതും ജയശങ്കർ പ്രകടിപ്പിച്ചു വെക്കുന്നു. അതുകൊണ്ട് അനാരോഗ്യപരമായ ട്രേഡ് പ്രാക്ടീസസ്, അത് ചൈനയെ വ്യംഗ്യമായി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചൈനയുടെ പേര് എടുത്തു പറയുന്നില്ല എങ്കിൽ പോലും ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ നീക്കങ്ങളെ ഭാരതം വിമർശിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ നയം ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. ശക്തമായ ബൈലാറ്ററലിസത്തിൽ, അതായത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കുന്ന നിലയിലേക്ക് ഭാരതത്തിൻ്റെ വിദേശ നയം പോവുകയാണ്. 1972 ഷിംല അക്കോർഡ്, ഷിംല കരാർ, ഭാരതത്തിൻ്റെ പാകിസ്ഥാൻ്റെയും നേതൃത്വം ഒപ്പുവെച്ച ഉഭയകക്ഷി കരാർ, അത് കാശ്മീർ വിഷയത്തിലും യുദ്ധത്തിലും അവസാനം കുറിച്ചുകൊണ്ടുള്ള ആ ഒരു കരാറിന് ശേഷം ഭാരതം നാളിതുവരെ ഒരു മധ്യസ്ഥനെയും കാശ്മീർ പ്രശ്നത്തിൽ അടുപ്പിച്ചിട്ടില്ല, ഒരു വിഷയത്തിലും അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ നിലപാട് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് എസ് ജയശങ്കറിൻ്റെ ഇന്നലത്തെ പ്രഭാഷണം. അതുകൊണ്ട് ഭാരതം എന്തെല്ലാമാണ് വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത് അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മറ്റൊന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയ മറ്റൊരു വശം ഡോക്ടർ മോഹൻ വർഗീസ്, ജയശങ്കർ പാകിസ്ഥാനൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയെയും കടന്നാക്രമിച്ചു. അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ, അതിൻ്റെ ഒരു പോക്ക്, അതിൻ്റെ ഒരു ലക്ഷ്യബോധമില്ലായ്മ, അതല്ലെങ്കിൽ അതിൻ്റെ പല്ലില്ലായ്മ, പ്രസക്തിയില്ലായ്മ, കരുത്തില്ലായ്മ, അതേക്കുറിച്ച് കൂടി. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് പൊതുവെ ഇപ്പോൾ പറയുന്നത് ഇൻ ദ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്, ഒരു ഗതകാല പ്രതാപത്തിൻ്റെ നിഴലിലേക്ക് ചുരുങ്ങുന്ന ഐക്യരാഷ്ട്ര സംഘടനയെ നമ്മൾ കാണുന്നു. അതെന്താണ് ഗതകാല പ്രതാപം? പെയിൽ ഷാഡോ എന്നാ പറയുന്നത്, ഒരു നല്ല നിഴൽ പോലും അല്ല, പേര് പെയിൽ ഷാഡോ. അപ്പം അത് ഉണ്ടായിരുന്നു. അപ്പം ആട് ഇല്ല, ആട് കിടന്നെടുത്ത് രോമം പോലും ഇല്ല എന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഒരു ബോർഡ് മാത്രമായി എന്തിനിങ്ങനെ ഒരു സംഘടന? ഓർക്കൂ, 1.42 ബില്യൺ ജനസംഖ്യ ഭാരതത്തിൻ്റെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ആദ്യം മുതൽ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗം. ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്നും തെളിയിക്കാനില്ല. ഭാരതം ആണവശക്തിയാണ്, ഭാരതം വലിയ 5ാമത്തെ വലിയ ഇക്കോണമിയാണ്. മറ്റൊന്നും തെളിയിക്കാനില്ലാത്ത ഭാരതത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗത്വം ഇന്നും മരീചികയായി മാറിയിരിക്കുന്നു. അങ്ങനെ കാത്തു നിൽക്കുന്നത് പലരുടെയും സൗജന്യത്തിനായിട്ടാണ്. ആരുടെയൊക്കെ സൗജന്യത്തിന്? ഏതോ ഒരു കാലത്ത് കുറച്ചുപേർ കൂടിയിരുന്ന് തീരുമാനിച്ചു ഞങ്ങൾ 5 പേരാണ് വലിയവർ എന്ന്. അവരൊക്കെ ഇന്ന് എവിടെയാണ്? ഭാരതം എവിടെ നിൽക്കുന്നു? എവിടേക്ക് കുതിക്കുന്നു? ഇപ്പോഴും ആ മാമൂൽ അങ്ങനെ നിൽക്കുന്നു അല്ലേ? നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ പറയാനാണ്. കാരണം ഈ ഹിസ്ബുള്ള തലവന്റെ വധം, അതിനുശേഷം UN ജനറൽ സെക്രട്ടറി അപലപിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ഭീകരവാദിയെ കൊലപ്പെടുത്തിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു അപലപനം ഉണ്ടായത്? അപ്പോൾ ജയശങ്കർ പറഞ്ഞ വാക്കുകൾ അവിടെ പ്രസക്തമാവുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ ജയശങ്കർ പറഞ്ഞത് നമ്മുടെ നിലപാടാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലെ ഒരു നീതിശാസ്ത്രം നമ്മൾ കാണാതെ പോകരുത്. ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏത് ആക്രമണവും തീർച്ചയായും അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരത് ഔപചാരികമായി ചെയ്തു. പക്ഷേ ആക്രമണകാരി ആരാണ്, ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ആരാണെന്നതാണ് വിഷയം. ഒക്ടോബർ 7 ഇത് ഏത് ദിവസമാണ്? നമ്മൾ ഏത് ദിവസമാണ് ബെഞ്ച് മാർക്കായി എടുക്കുന്നത്? ഇസ്രായേൽ രൂപീകരിച്ച 1948 ആ ദിനമാണോ, അതോ മോശയുടെ കാലഘട്ടമാണോ, അബ്രഹാമിൻ്റെ കാലഘട്ടമാണോ ബെഞ്ച് മാർക്കായി എടുക്കുന്നത്? ഒരു ബെഞ്ച് മാർക്ക് എടുക്കണം, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഈ ഡിബേറ്റ് മുഴുവൻ നമ്മളിപ്പോൾ നടത്തുന്നതും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പരാമർശത്തിൻ്റെ അടിസ്ഥാനം ഒക്ടോബർ 7 നടന്ന കിരാതമായ ആക്രമണമാണ്. അവിടെ ആക്രമണകാരി ഹിസ്ബുള്ള അല്ല, അവിടെ ഹമാസാണ്. ഹമാസിന്റെ ഭാഗത്ത് നടന്ന ആക്രമണം 1200-ലധികം ഇസ്രായേലി പൗരന്മാരെ അരിങ്കൊല ചെയ്യുക, 250ഓളം പേരെ പിടിച്ചുകൊണ്ടു പോവുക, ബന്ദികളാക്കി ഹമാസിന്റെ തടവിൽ ഗസയിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം വിലപേശാം എന്ന ഒരു ധാരണയാണ്. ആ വിലപേശൽ അവിടെ നടന്നില്ല. അവിടെയാണ് ആക്രമണം നടന്നത്. അപ്പോൾ ആക്രമണമാണോ പ്രത്യാക്രമണമാണോ? UN ചാർട്ടറിൽ വ്യക്തമായി പറയുന്നു, ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് പ്രത്യാക്രമണത്തിന് അവകാശമുണ്ട്. ആ പ്രത്യാക്രമണത്തിന്റെ ഓപ്ഷൻ നെതന്യാഹു സ്വീകരിച്ചു.
ഭാരതവും സ്വീകരിക്കാൻ മടിക്കില്ല എന്ന ജയശങ്കറിന്റെ പ്രസ്താവനയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഡിബേറ്റ് റെലവന്റ് ആണ്. ഒരു ദിവസത്തെ ഇടവേള പോലും നൽകാതെയാണ് ഇരു രാജ്യങ്ങളും ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന് കൂടെ നമ്മൾ കൂടെ പറയേണ്ടിയിരിക്കുന്നു. വളരെ ഷാർപ്പാണ്. കാരണം ഇന്ത്യയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, കാരണം ഒരു ഉറങ്ങുന്ന ഭാരതത്തെ അല്ല നമ്മൾ കാണുന്നത്. അതായിരുന്നു വൈബ്രന്റ് ഡൈനമിക് ഇന്ത്യ with a very sensible but a firm foreign policy. ആർക്കും തകർക്കാനാകില്ല എന്ന് കൂടെ വീണ്ടും വീണ്ടും പറയുന്നു. അതാണ് 142 ജനങ്ങളുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ജയശങ്കർ തുടങ്ങുന്നത്. പ്രസംഗം പോലും തുടങ്ങുന്നത് I bring the greetings of 142 crores of population, Indian population, 1/6 of the world. ഇല്ലേ, ലോക ജനസംഖ്യയുടെ 6/1 സ്വരമാണ്. ആ സ്വരം വേണ്ട രീതിയിൽ മുഴങ്ങി കേൾക്കുന്നു എന്നതാണ് വളരെ വൈകിയെങ്കിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ശ്രീ പ്രദീപ് സംസാരിച്ച ആ ഒരു വിഷയം വളരെ റെലവൻ്റ് ആണ്. ഒരു റീസ്ട്രക്ചേർഡ് UN സെക്യൂരിറ്റി കൗൺസിൽ, അതിനൊരു പവർ സ്ട്രക്ചർ അനുസരിച്ച് ജനറൽ അസംബ്ലിയിൽ ഏത് രാജ്യത്തിനും എന്തും സംസാരിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. സോവറൻ ഇക്വാലിറ്റിയാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതി എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. അവിടെയാണ് വീറ്റോ പവർ. 15 അംഗങ്ങളും 5 സ്ഥിരാംഗങ്ങളും വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങളാണ്. ആ 5 സ്ഥിരാംഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തീരുമാനവും മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഒന്നുകിൽ അമേരിക്ക, അല്ലെങ്കിൽ റഷ്യ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം വീറ്റോ പ്രയോഗിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ മാറി മറിയുകയാണ്. അതുകൊണ്ടാണ് ഈ കുറച്ചുകൂടെ വിശാലമായ ബ്രോഡ് ബേസ്ഡ് UN സെക്യൂരിറ്റി കൗൺസിൽ വേണമെന്ന ചിരകാല ഭാരതത്തിൻ്റെ അഭിലാഷം, ആ അഭിലാഷം ഒരിക്കൽ കൂടെ പറഞ്ഞു വെക്കുകയാണ് ഭാരതം. മറ്റൊന്നുകൂടി മോഹൻ വർഗീസ്, ഇവിടെ ജയശങ്കർ ആത്യന്തികമായി ഒരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം ഡിപ്ലോമാറ്റിക് ഭാഷയെ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ തന്നെ പറയുകയും ചെയ്യും. ഇവിടെ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറയാത്ത മറ്റൊരു സംഗതിയുണ്ട്. വളരെ ഓപ്പണായിട്ട് ഇസ്രയേലിൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം ഇവിടെ വീണ്ടും പറയുന്നു. ഇങ്ങനെ പോയാൽ ഇത് വെറും നോക്കുകുത്തി മാത്രമാകും എന്നുള്ളൊരു സൂചന. കാര്യം ഇസ്രയേലിനോട് വെടിനിർത്തണം, സമാധാനം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രയേൽ പ്രതിനിധി അവിടെ പറഞ്ഞ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ സുരക്ഷ ഇതാരുടെയും ഞങ്ങൾക്കാരുടെയും സൗമനസ്യം വേണ്ട, സൗജന്യം വേണ്ട, ഞങ്ങളുടെ സുരക്ഷ, ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എന്ത് വേണോ പ്രസവിച്ചോളൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇന്നലെ ഭാരതത്തിന്റെ സമയം രാത്രി എസ് ജയശങ്കർ ആ ഭാഷ ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് അപ്രസക്തമാണെങ്കിൽ പിന്നെ സമാധാനം, നിർദ്ദേശം, ഒത്തുതീർപ്പ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, ഞങ്ങളുടെ വഴി നോക്കുമെന്ന്. ഒരർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടന സ്വയം അപ്രസക്തമാവുകയല്ലേ ഡോക്ടർ മുഹമ്മദ്? ഇനി അത് അഡ്രസ് ചെയ്യാതിരിക്കുന്നതിൽ എന്തർത്ഥം? ഈ പറഞ്ഞ ഒരു തീവ്രവാദ തലവനെ വധിച്ച ഉടനെ എന്ത് ഔപചാരികതയുടെ പേരിലാണ് അതിനെ അപലപിക്കുന്നത്? ഇവർ നടത്തുന്ന അക്രമത്തെ എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? ഇവിടെ ഭാരതത്തിൽ ഒന്നും കൂടി പറയാം, ഇത് മറന്നു പോകുന്നതിനുണ്ട്. ഭാരതത്തിൽ കശ്മീരിൽ അങ്ങിങ്ങ് പ്രതിഷേധം നടക്കുന്നു നസ്രല്ലയുടെ വധത്തിൽ. മെഹബൂബ മുഫ്തി ഇന്നത്തെ പ്രചാരണം നിർത്തിവെക്കുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ ഭാരതത്തിൻ്റെ ഒരു ശാന്തതയുണ്ട്. 142 കോടി ജനങ്ങൾ നൽകുന്ന ബലത്തിൻ്റെ ശാന്തത. ഈ ശാന്തത എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് എന്ന രീതിയിലാണ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പം സാമം, ഭേദം, ദണ്ണം എന്നൊക്കെ ഇതെല്ലാം ഈ ഒരു ക്രമത്തിൽ ഭൂമിയുടെ താഴെ ഏതറ്റം വരെ വേണേലും ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണാൻ ഭാരതം തയ്യാറാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിക്ക് യാതൊരു കോട്ടവുമില്ല എന്ന വാദമാണ് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫോക്കസ് ഈസ് ഗെറ്റിംഗ് ഷിഫ്റ്റഡ് ഫ്രം യുണൈറ്റഡ് നേഷൻസ് ടു other organizations like G20 and BRICS and Quad and lot of other things. അപ്പോൾ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടന മാത്രമാണ് പരിഹാരം എന്നതിനെ ഒരു അപവാദം എന്ന് പറയുന്നത് അമേരിക്കയും നെയ്റ്റോയുമാണ് പലപ്പോഴും തർക്കങ്ങൾ, യൂറോപ്പിലെയും മറ്റു തർക്കങ്ങളിൽ. അത് മാത്രമല്ല, 1ാം ഗൾഫ് യുദ്ധം, 2ാം ഗൾഫ് യുദ്ധം, ഇതൊക്കെ ഫൈറ്റ് ചെയ്തത് ആരാണ്? അമേരിക്കയുടെ നേതൃത്വത്തിൽ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് പവേഴ്സാണ്. നെയ്റ്റോയുടെ ബാനറിലാണ് യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു യുദ്ധവും അവസാനിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി യുണൈറ്റഡ് നേഷൻസിന് ഇല്ലാതെ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ വ്യംഗ്യമായി സൂചിപ്പിക്കുകയാണ് ഭാരതം. ഇപ്പം നോക്കൂ, ഭാരതം
ബ്രിക്സിൽ അംഗമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രിക്സിന്റെ അംഗസംഖ്യ ഇപ്പോൾ 10 മാറിയിരിക്കുന്നു. കൂടുതൽ രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ബ്രിക്സ് കുറച്ചുകൂടെ വളർന്നിരിക്കുന്നു. അപ്പോൾ അതൊരു സമാന്തരമായ അമേരിക്കൻ സെൻട്രിക് ഒരു വേൾഡ് ഓർഡറിനെതിരെയുള്ള ഒരു ബാലൻസിങ് ആക്ടാണ്. അവിടെ പ്രകടമായി നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നാവുന്ന ചൈന ഉൾപ്പെടെ ബ്രിക്സിൽ അംഗമാണ്. അപ്പം ഭാരതം അതിന് മടിക്കില്ല. കാരണം ചില കാര്യങ്ങൾ സഹകരണമാകാം, പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്യുന്നൊരു നയം നമ്മൾ സ്വീകരിക്കുന്നില്ല. അതേസമയം G20 ലോകരാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 20 സമ്പദ് വ്യവസ്ഥകൾ, ലോക ജനസംഖ്യയുടെ 80%, ലോകത്തിൻ്റെ റിസോഴ്സസിന് 80%, ലോകത്തിൻ്റെ പവർ പൊട്ടൻഷ്യലിൻ്റെ ആയുധങ്ങളുടെ 80% കൈവശമുള്ള 20 രാജ്യങ്ങൾ ചേരുന്ന ആ സമിതിയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. ഭാരതത്തിൻ്റെ വാക്കുകൾ ഈ സമിതി സാകൂതം ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ G20 സമിറ്റ് ഭാരതം ആതിഥ്യം നൽകിയ G20 ഉച്ചകോടി, ഡൽഹിയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ തെക്കൻ അർദ്ധഗോളത്തിന്റെ സ്വരമായി ഭാരതം മാറുന്നത് നമ്മൾ കണ്ടു. സദേൺ ഹെമിസ്ഫിയറിന്റെ സ്വരമായി മാറുന്നത് കണ്ടു. അതുകൊണ്ട് ലോക ഭൂപടത്തിൽ ഭാരതം അതിന്റെ ശക്തി കുറച്ചുകൂടി ഉയരത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജയശങ്കറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ നിർണായകമായ ഭാരതത്തിന്റെ ഒരു സ്ഥാനം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ്. അപ്പം ഒരു കാര്യം കൂടെ നമ്മളിവിടെ പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന ദൂതനായിട്ട് ഭാരതം വരുന്നു എന്നുള്ളൊരു കാര്യം. അതുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതില്ലേ? ഇതിന് മുന്നോടിയായിട്ട് ഈ വ്ളാഡിമിർ പുടിനെ മോദി ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം അതിനെ അതിരൂക്ഷമായി വിമർശിച്ചത് സെലൻസ്കി ആയിരുന്നു. ഏതാനും നാൾ കഴിഞ്ഞ് ഇതേ സെലൻസ്കിയെ ആശ്ലേഷിച്ച് സെലൻസ്കിയുടെ തോളത്ത് തട്ടി തോളിൽ പിടിച്ചു നിന്ന് അവിടുത്തെ വിശേഷങ്ങൾ, ദുരന്തങ്ങൾ, യുദ്ധം കൊണ്ട് നേരിട്ട ദുരിതങ്ങൾ കേട്ടറിയുന്നു. ആ സെലൻസ്കി പിന്നെ പറയുന്നത് ഭാരതത്തിന് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റൂ, അടുത്ത സമാധാന ഉച്ചകോടി ഭാരതത്തിൽ വേണം, ലോകം മുഴുവൻ വിചാരിച്ചിട്ട് നിർത്താൻ കഴിയാത്ത ഒരു യുദ്ധത്തിൻ്റെ 2 വശത്ത് നിൽക്കുന്നവർ ഭാരതത്തിൻ്റെ നേതാവിനെ ആലിംഗനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വലിയ എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകാനുള്ളത്? അതിശക്തമായ ശ്രീപ്രദീപ്, അതിശക്തമായ സന്ദേശം, ഫേം സന്ദേശം. അതായത് റഷ്യയോട് നമ്മൾ ചങ്ങാത്തം തുടരുന്നു എന്നത് ഉക്രൈനോട് ഐക്യദാർഢ്യമില്ല എന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ചേരിചേരാ നയം കാലക്രമത്തിൽ നമ്മൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും തുടരുന്ന ചേരിചേരാ നയം എന്ന് പറയുമ്പോൾ ഭാരതത്തിന് അഭിപ്രായമില്ല എന്നല്ല. ഇന്ത്യ ഈസ് നോട്ട് ന്യൂട്രൽ, ഇന്ത്യ ഈസ് നോൺ അലൈൻഡ്. ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയും. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ അഭിപ്രായം ഇതാണ്. ഭാരതത്തിന് അഭിപ്രായമുണ്ട്, അത് സമാധാനത്തിന്റെ അഭിപ്രായമാണ്. ചർച്ചകളിലൂടെ റഷ്യയും ഉക്രൈനും ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ചകളിലൂടെ ആ വിഷയം പരിഹരിക്കണം. അതിന് ഭാരതത്തിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണ്. അത് 2 പേരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്താണ് പറഞ്ഞത്? ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീലിൻ്റെയും ചൈനയുടെയും ഭാരതത്തിൻ്റെയും സന്ധി, അതായത് ഒരു മീഡിയേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. അതിന് പുറകെ ഉക്രൈനിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി പറഞ്ഞത്, പ്രദീപ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഭാരതം ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ വെച്ച് അടുത്ത സമാധാന ഉച്ചകോടി, ഈ വിഷയത്തിൽ സമാധാന ഉച്ചകോടി നടത്താം. അതുകൊണ്ട് ബോത്ത് കൺട്രീസ് പ്ലേസ് ദ ട്രസ്റ്റ് ഓൺ ഇന്ത്യ. ഇത് വളരെ നിർണായകമായ ഒരു കാലമാണ്. ഓർക്കൂ, മുൻപ് താഷ്കന്റ് ഉടമ്പടിയിൽ മധ്യസ്ഥത വഹിച്ചത് റഷ്യൻ നേതൃത്വമാണ്. അപ്പം മറ്റ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഭാരതം തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച 1972 ശേഷം കൃത്യമായ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഭാരതം ഒരിക്കലും മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയില്ല. ഭാരതത്തിന്റെ വിഷയങ്ങളിൽ മറ്റാരും മധ്യസ്ഥത വഹിക്കേണ്ട ഒരു ഡയറക്ട്നെസ് എന്നതാണ്. പക്ഷേ ഇവിടെ റഷ്യൻ ഉക്രൈൻ വിഷയത്തിൽ ഭാരതം മധ്യസ്ഥത എന്നതല്ല, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ എത്തിയ മോദിയുടെ സന്ദർശനം. ഇത് ലോക മനസാക്ഷിയെ ഒരുക്കുന്നതിന് ഭാഗമായി ആണ്. അപ്പം റഷ്യയോടും ഉക്രൈനോടും അമേരിക്കയോടും ഗൾഫ് രാജ്യങ്ങളോടും അറബ് ലോകത്തോടും ഇസ്രയേലിനോടും ഒരേ ആർജവത്തോടെ സംസാരിക്കാൻ കഴിയുന്ന അപൂർവ രാജ്യങ്ങളൊന്നായി ഭാരതം മാറിയിരിക്കുന്നതാണ് പ്രത്യേകത. ഡോക്ടർ മോഹൻ വർഗീസിന് ധാരാളം ഗ്രീറ്റിംഗ്സ് വരുന്നുണ്ട്. ഉഷ നല്ലൂരിൻ്റെ വരുന്നുണ്ട്. SGC കേരളത്തിലെ മാധ്യമങ്ങൾ ഭാരതത്തിൽ നടക്കുന്നതെല്ലാം പറയണം. കേരളത്തിലെ വാർത്ത കുറച്ചിട്ട് മറ്റുള്ളവരെ കുറിച്ചും പറയാൻ പഠിക്കണം. മോഹൻ വർഗീസ് ജിക്ക് P. മുരളീധരൻ്റെ നമസ്തേ,
വന്നിട്ടുണ്ട്. എന്തായാലും നമസ്തേ. ഇതേക്കുറിച്ചുള്ള ധാരാളം പ്രതികരണങ്ങൾ, ഇത് എത്ര സാഗൂതമാണ്, എത്ര താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ധാരാളം പേരുണ്ട്. ഈ സമയക്കുറവ് മൂലം പലരുടെയും പേരുകൾ എപ്പോഴും പറയാൻ കഴിയുന്നില്ല. ഈ പുത്തമ്പുലരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനായി കാത്തിരിക്കുന്ന, അതിനെ അരങ്ങൊരുക്കുന്ന ധാരാളം സ്ഥിരം പ്രേക്ഷകർ അവിടെ. രാധാകൃഷ്ണൻ വൈകുണ്ഠമുണ്ട്, രാജൻ ചെങ്ങാട്ടുണ്ട്, സന്ദീപ് നെടുനിലം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഇവർ ആവശ്യപ്പെടുന്നതും ഇതേ വാർത്തകൾ കൂടുതലായിട്ട് നമ്മൾ ജനം ടി വിയിൽ കൊടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും അത് നല്ല നല്ല കാര്യമാണ്. കാരണം ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, പലപ്പോഴും വൈകാരിക വിഷയങ്ങളുടെ പുറകെ മാത്രം, പ്രാദേശികമായി നടക്കുന്ന ഒറ്റപ്പെട്ട വൈകാരിക വിഷയങ്ങളുടെ പുറകെ മാത്രം മാധ്യമങ്ങൾ പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ സെൻസേഷനലൈസ് ചെയ്യാൻ ശ്രമിക്കാതെ ഒരു രാജ്യത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന, ജനതയെ അഫക്റ്റ് ചെയ്യുന്ന, ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന കാതലായ വിഷയങ്ങളിൽ സംസാരം ഉണ്ടാവുക എന്നത് മാധ്യമധർമ്മം തന്നെയാണ്. അത് ജനം ടി വി നിർവഹിക്കുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. അഭിനന്ദനങ്ങൾ. ശരി, എന്തായാലും ഈ ചർച്ച, ഈ വിഷയം നമ്മൾ ഇന്ന് ഉന്നയിച്ചത് 1 മണിക്കൂറായാലും 1.5 മണിക്കൂറായാലും പറഞ്ഞ് തീരില്ല. അപ്പോൾ ഈ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, ഭാരതം മുന്നോട്ട് തന്നെയാണ്, തല ഉയർത്തിപ്പിടിച്ച് ഭാരതീയനാണെന്ന് പറയാവുന്നുള്ളൊരു സാഹചര്യത്തിൽ നാം എത്തിയിരിക്കുന്നു. വെല്ലുവിളികൾ, ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയുണ്ടായിരിക്കുന്നു. ഇന്ത്യക്കാർ വിദേശത്തേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ നേരിട്ട് അനുഭവിക്കാവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അനുഭവത്തിലേറെയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയുണ്ടാകുക എന്ന് പറയുന്നത് ഇന്ത്യയെ ലോകം ഗൗരവമായി കാണുന്നു എന്നത് തന്നെയാണ് അതിനർത്ഥം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. പലപ്പോഴും പുത്തൻപുലരിയിൽ ഞങ്ങൾ മാത്രമാണ് ഉണ്ടാവുക, ഒരു വിദഗ്ധൻ, അതും ഇത്രയും നേരത്തെ ജയശങ്കറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം വ്യക്തതയോടെ പറയുക എന്നുള്ളതാണ്, ശക്തമായി പറയുക എന്നുള്ളതാണ്. വെറുതെ വാചകമടിയല്ലാതെ കണക്കുകളുടെയും സ്റ്റാറ്റ്സിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ചർച്ചാബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തായാലും വളരെയധികം നന്ദി ഇന്ന് ഇവിടെ ഞങ്ങൾക്കൊപ്പം, അതിലും ഉപരി ജനം ടി വി പ്രേക്ഷകർക്കൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു വെരി മച്ച്.